ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്പീച്ച് കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റാണുള്ളത്. അപ്പം ആളുടെ കൂടെയുള്ളൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഈ സെക്ഷനിലൂടെ അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് പറയുന്നത്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒരു പാരഗ്രാഫിൽ ഞാൻ റെഡ് മാർക്ക് ചെയ്ത്. അതെന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകൾ, അതല്ലെങ്കിൽ അത് അവൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ അവൾക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. ഒന്നാമത് ഞാൻ ഓൺലൈനിൽ കൂടെയാണ് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസിലായതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ ഒരു കുട്ടി തീരെ സ്പീച്ച് തെറാപ്പി കൊടുക്കാതെ, അതും ആഫ്റ്റർ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടും, അതായത് ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ശരിക്കും ലിപ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷേ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളത് ഓരോ ലെറ്റേഴ്സും കേട്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചില കാര്യങ്ങൾ പറയുമ്പം മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് വൈറ്റ് ബോർഡ് എന്നുള്ളത് യൂസ് ചെയ്തിട്ട് അവൾ പറയുന്ന വാക്കുകൾ ആദ്യം എഴുതി കാണിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ട വേർഡ്സ് എന്ന് പറയുന്നത് അത് ഞാൻ എഴുതും. എന്നിട്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറയുന്നത് സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആ സമയത്താണ് അവൾ ക്യാപ്ചർ ചെയ്യുന്നത്. ഞാൻ പറയുന്നതും അവൾ പറയുന്നതും ഡിഫറൻസാണ് അവൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ അവൾ നോടെ എന്ന് പറയുമ്പം അവൾ നോഡ് എന്നാണ് പറയുന്നത്. അതെന്താ ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പേ കൂടുതൽ ആൾക്കാർ ലിപ് മൂവ്മെൻറ്റ് വെച്ച് സംസാരിച്ച് പഠിച്ച് ഓൾറെഡി ആയി ഉണ്ടാവും. അപ്പം ഇവർ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീച്ച് തെറാപ്പി കഴിഞ്ഞിട്ടാണ് ഈ ഓരോ ലെറ്റേഴ്സും നമ്മൾ കേട്ട് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ ഡിഫറൻസും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവൾ സ്പീച്ച് തെറാപ്പിക്ക് പോവാത്തത് കൊണ്ട്, അതുമല്ല അത്യാവശ്യം നല്ല ഏജും ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾ പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു ഓൾമോസ്റ്റ് 2 വീക്കിനെക്കാട്ട് കൂടുതൽ ക്ലാസ് എടുത്ത ശേഷം ഞാൻ അവളോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരാളോട് ഏത് ലെറ്റേഴ്സാണ് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നതിന് പകരം ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അവളെ കൊണ്ട് വായിപ്പിച്ചു നോക്കാം. അപ്പോൾ ആ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കും അവൾക്ക് ഏതൊക്കെ ലെറ്റേഴ്സാണല്ലോ ബുദ്ധിമുട്ടുള്ളത്. സോ അത് മാർക്ക് ചെയ്തിട്ട് അത് ഓരോ ദിവസവും ഞാനത് റിപ്പീറ്റായിട്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഇപ്പോൾ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അത് അവൾക്ക് ബോറടിക്കും. അപ്പോൾ അതിനൊരു ചേഞ്ച് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ പോയോ, അതല്ലെങ്കിൽ ചെറിയൊരു ബുക്കിൻ്റെ ചെറിയൊരു സെക്ഷൻ മാത്രം, അതൊക്കെ അവൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയല്ല, വലിയ ആളാണ്. അപ്പം ഒരേ കാര്യം തന്നെ ഒരേ പഠിക്കുമ്പോൾ അവൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ പോലെ ഉണ്ട്, ഒരു കോൺഫിഡൻസ് കുറയുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചെറിയൊരു ഐഡിയയിൽ വെച്ചിട്ട് ഒരു പാരഗ്രാഫ് വെച്ച് വായിപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റായിട്ട് വായിപ്പിച്ച് അതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് കരുത്തിയെടുത്തിട്ട് എന്നിട്ട് മാത്രമാണ് ഞാനത് കറക്റ്റിലേക്ക് പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് തിരിച്ചെഴുതി അത് പഠിച്ചിട്ട് ഞാനത് അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കുന്നയാൾക്ക് നല്ല ക്ഷമ വേണം. എന്നാൽ കാര്യങ്ങൾ മാത്രമേ ഒരു സ്റ്റുഡൻറ്റ് ഒരു നല്ല നിലയിലേക്ക് എത്താൻ പറ്റൂ. കാരണം നമ്മളൊരു കുട്ടീനോട് പറയുമ്പോൾ, ഒരു നോർമലായിട്ടുള്ള കുട്ടീനോട് പറയുമ്പോൾ 1-2-3 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞ ആളോ, അതല്ലെങ്കിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലോ അവർക്ക് 1-2-3 പ്രാവശ്യം അല്ല, 100 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു കുട്ടീനോട് പറയുന്ന ഒരു നോർമലായിട്ടുള്ള
നോർമലായിട്ടുള്ളതല്ല. കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞ കുട്ടിയോട് സംസാരിക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് അതാണ്. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് താ ആണെങ്കിൽ താ യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് യാ യൂസ് ചെയ്യേണ്ട അവസ്ഥ. അതേപോലെ വലിയ സാഹിത്യമുള്ള വാക്കുകളൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയാണ്. അതിപ്പം എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിലും പറയുകയാണെങ്കിലും അതെനിക്കും ബുദ്ധിമുട്ടുണ്ടായി സാഹിത്യമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാനൊക്കെ. പക്ഷേ ഞാൻ ആക്ച്വലി ബുക്ക് വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, പ്രത്യേകിച്ച് മലയാളം. നമ്മൾ പൊതുവേ ആൾക്കാർ പറയാറുണ്ട് മലയാളം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ബാക്കിയുള്ള ലാംഗ്വേജ് കുറച്ചും കൂടി എളുപ്പമാണെന്ന്. പക്ഷെ സത്യമാണ്. അതായത് ഇപ്പം ഞാൻ ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക്കാണെങ്കിലും വേറെ ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ക്യാപ്ചറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ മലയാളം അങ്ങനെയല്ല. നല്ല കുറച്ച് കാര്യങ്ങൾ എഫേർട്ട് എടുക്കണം. അതെങ്ങനെയാണ് ഉച്ചാരത്തിൻ്റെ എടുക്കണം, അതേപോലെ പ്രൊണൗൺസിയേഷൻ്റേത്, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇവക്ക് സ്വപ്നങ്ങൾ പറഞ്ഞൊരു വാക്ക് അവൾക്ക് പറയാൻ പറ്റുന്നില്ല. അതായത് അവൾ സൂപ്പങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ അവൾക്കറിയില്ല ആ വാക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു കൊടുത്തു. സോപ്പ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾ പറയുന്നത് രീതി എങ്ങനെയാണെന്നൊക്കെ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇപ്പം സ്പീച്ച് തെറാപ്പി പറയുന്നത്, അതായത് ഒരു സ്പീച്ച് തെറാപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ സെക്ഷനിൽ നമ്മൾ ഒരാളെ എങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക എന്നതാണ്. അതായത് അവൾക്ക് സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് അവൾക്കൊരു ചെറിയൊരു നെഗറ്റീവ് ഫീലുണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് അവളോട് പറയാനുള്ള ഒരു പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആക്ച്വലി ഇവളെന്നല്ല, മിക്ക കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാരും സ്പീഡിലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം സ്പീഡ് സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തൊരു ഇഷ്യൂ വരുന്നത്. പൊതുവെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഇവളെന്നല്ല, എല്ലാവരും സ്പീഡ് സംസാരിക്കുന്നതിന് പകരം മെല്ലെ സംസാരിക്കുക, ഒരു താളത്തിൽ സംസാരിക്കുക. താളത്തിലൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കുറേ കമ്മ്യൂണിക്കേഷൻ എത്രയോ നമുക്ക് ബെറ്റർ ആവാൻ പറ്റും. അപ്പം അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് നമ്മളെ സ്പീച്ച് ഇമ്പ്രൂവ് ആവണം. അതല്ലെങ്കിൽ ഫോർ പാരൻസിനോട് ഞാൻ പറയാം, ഒരു കുട്ടി ഹിയറിങ് പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പം ഇൻ കേസ് ആ കുട്ടീനെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യണം, ഒന്നും നോക്കണ്ട, വേഗം പോയി കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുക. എന്നിട്ട് അതിന് വേണ്ട സ്പീച്ച് തെറാപ്പി നല്ല രീതിയിൽ കൊടുക്കുക. അപ്പം സ്പീച്ച് ആ കുട്ടീനെ ഇനി അതും അല്ലെങ്കിൽ ഏജ് കുറച്ച് കൂടുതലായിട്ടുണ്ട്, അപ്പോൾ ഇതുവരെ സ്പീച്ച് റെഡി ആയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് DM ചെയ്യാം. അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമ്മളുടെ സ്പീച്ച് എത്രത്തോളം നോർമൽ അല്ലെങ്കിൽ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പം ഓക്കെ, ബൈ, സീ യു സൂൺ.